നമസ്കാരം. ദക്ഷിണ വാങ്ങിയതിന് 4 പൂജാരിമാരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. മേട്ടുപ്പാളയത്തിന് സമീപമുള്ള തേക്കാംപട്ടി വനഭദ്ര കാളിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാരിമാരെയാണ് ദക്ഷിണ വാങ്ങി എന്ന് ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അർച്ചന സമയത്ത് ഭക്തർ തളികകളിലാക്കി വെച്ചു കൊടുക്കുന്ന ദക്ഷിണ അത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാതെ അവർ എടുക്കുന്നു എന്നാണ് CCTV ക്യാമറയിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ക്ഷേത്ര പൂജാരിമാർ തങ്ങൾക്ക് ലഭിക്കുന്ന ദക്ഷിണ കാണിക്ക വഞ്ചിയിൽ നിക്ഷേപിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണറും ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറുമായ US കൈലാസമൂർത്തി പറയുകയും ചെയ്തിരുന്നു. ഈ പൂജാരിമാർ തളികയിൽ ലഭിക്കുന്ന ദക്ഷിണ കാണിക്ക വഞ്ചിയിലേക്ക് നിക്ഷേപിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ക്ഷേത്ര ഭരണസമിതി അവിടെ CCTV സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ 4 പേരും ഇത് പാലിച്ചിരുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ കൈലാസമൂർത്തി ഏതാനും മാസം മുൻപ് മേട്ടുപ്പാളയം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചത്. ഇതിനെ തുടർന്ന് ഈ പൂജാരിമാർക്കും അതിനോടൊപ്പം ക്ഷേത്രം ട്രസ്റ്റിനുമെതിരെ ഉചിതമായ നടപടി എടുക്കാനുള്ള ഉത്തരവുണ്ടായിരുന്നു. തുടർന്നാണ് പൂജാരിമാരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവിടെ കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യാപകമായ പ്രതിഷേധത്തിനാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. പൂജാരിമാരുടെ അറസ്റ്റ് മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് എന്നും പുരോഹിതരുടെ ഉപജീവനത്തിന് വേറെ എന്ത് മാർഗമാണ് ഉള്ളത് തുടങ്ങിയ ആശങ്കകളൊക്കെയും അവിടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. എന്തായാലും കൂടുതൽ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിന് രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം മറ്റെന്തെങ്കിലും ഒരു മാർഗം അവർക്ക് കാണിച്ചു നൽകേണ്ടതുണ്ട്. അല്ലാതെ ഇത്തരത്തിൽ അറസ്റ്റ് പോലെയുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഈ സംഘടനകൾ ഒന്നടങ്കം പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.